ഹായ്. ഈ ടൈലറിങ് ജോലികളിൽ, അതായത് തയ്യൽ ജോലികളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഇത് ടൈലേഴ്സ് ചോക്ക്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇത് ഈ ഒരു ചോക്കാണല്ലേ. അപ്പം ഇത് നമുക്ക് സുലഭമായിട്ട് ഇവിടങ്ങളിലുള്ള കടകളിലുമൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ മായ്ഞ്ഞൊക്കെ പോകും. അപ്പം ഇത് ഈ വെള്ള കളറിൽ കാണുന്നതാണ് മെഴുക് ചോക്ക്. ഇത് നമ്മുടെ സാധാരണ ലോക്കലായിട്ടുള്ള കടകളിലൊക്കെ ഇപ്പോൾ വലിയധികം വന്നു തുടങ്ങിയിട്ടില്ല. എന്നാലും ചില സെലക്ടഡ് ആയിട്ടുള്ള കടകളിലൊക്കെയാണ് ഇപ്പോൾ അത് വന്നേക്കുന്നത്, മെഴുക് ചോക്ക്. അതിന് ലൂസായിട്ട് അങ്ങനെ അല്ലാണ്ട് കിട്ടാറില്ല. ഇത് ചില കടകളിൽ പക്ഷേ ഇപ്പോൾ കിട്ടും. 8 രൂപയൊക്കെയാണ് കേട്ടോ വില വരുന്നത്. ഇതെനിക്ക് എൻ്റെ സ്വദേശം തൊടുപുഴയാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണത്തിന് 8 രൂപയായിട്ട് ഇവിടെ തൊടുപുഴയിൽ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ചോക്കാണ്. കാരണം നമ്മളിപ്പം ഇത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ, നമ്മുടെ മറ്റേ ചോക്കിട്ട് വരയ്ക്കുവാണെങ്കിൽ കുറേ അധികം ഇങ്ങനെ പടർന്ന രീതിയിലാണ് നമ്മുടെ ഇത് വരയ്ക്കുന്നതൊക്കെ വരുന്നത്. ഇതിപ്പം ഞാൻ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ അമർത്തി വരച്ചുകൊണ്ട് ഒരു ശകലം കൂടി ഒരു ഇതായിട്ട് കിട്ടി. അല്ലെങ്കിൽ നമുക്കത് ലൈറ്റായിട്ടാണ് വരിക. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഒരു ചോക്ക് വരച്ചത്തേക്ക് വലിയധികം പടർന്ന് കുറച്ച് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഉരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട വരും. അപ്പോൾ ഇത് ഈ ഒരു മെഴുക് ചോക്ക് കൊണ്ട് ഈ ഒരു ഉപയോഗമുണ്ട്. കൂടാതെ നമ്മൾ മെഴുക് ചോക്ക് കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ അത് വേഗം അതിൻ്റെ പോകത്തില്ല. നമ്മളത് വരച്ച് വെച്ചത് നമ്മൾ തയ്ച്ച് തീർന്നു കഴിഞ്ഞാലും അത് പോകത്തില്ല. നമുക്കത് കുറേ നേരം നമുക്കത് അതിൻ്റെ നമ്മുടെ ഷേപ്പൊക്കെ വരച്ചതും എല്ലാമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വേഗം പൊടിഞ്ഞു പോകത്തില്ല മെഴുക് ചോക്ക്. പക്ഷെ നമ്മൾ ഈ സാധാരണ മേടിക്കുന്ന ചോക്കാണെങ്കിൽ വേഗം പൊടിഞ്ഞു പോകും. പിന്നെ വലിയധികം ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ മെഴുക് ചോക്കാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ബലം ചെന്ന് കഴിഞ്ഞാലൊക്കെ താഴെ വീണാലും വലിയധികം ഒന്നും ഒടിഞ്ഞൊന്നും പോകത്തില്ല. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു അയൺ ബോക്സ് ചെറുതായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അതിൻ്റെ വരയൊക്കെ മായുമോ എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തുണി എടുത്തിട്ടുണ്ട്. തുണിയിൽ ഞാൻ വരയിട്ട് വെച്ചേക്കുക മെഴുക് ചോക്ക് വെച്ചിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്കതൊന്ന് മായ്ച്ച് തേപ്പൂട്ടി അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ഉരച്ച് നോക്കാം അതിൻ്റെ വര മായുന്നുണ്ടോ എന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിത് ഓൺലൈനായിട്ട് ഈ ഒരു മെഴുക് ചോക്ക് മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ 10 പീസിന് 400, 350 രൂപയൊക്കെ വരുന്നുണ്ട്. 350 രൂപയൊക്കെ ആണെങ്കിൽ തന്നെയും ഡെലിവറി ചാർജും കൂടെ അവർ ഈടാക്കുന്നുണ്ട്.